എല്ലാ മാന്യ പ്രേക്ഷകർക്കും മല്ലു സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പണം സമ്പാദിക്കാൻ പല വഴികളുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ട്രേഡിംഗ്. പെട്ടെന്ന് പണക്കാരനാകാനുള്ള ഒരു കുറുക്കുവഴിയായി ട്രേഡിംഗിനെ കാണുന്നവരാണ് പലരും. എന്നാൽ സത്യമതല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് രാഹുൽ എന്ന ഒരു യുവാവിന്റെ കഥയാണ്. ഈ കഥയിലൂടെ ട്രേഡിംഗിലേക്ക് ചുവടുവയ്ക്കുന്ന ഏതൊരു തുടക്കക്കാരനും അറിഞ്ഞിരിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. രാഹുൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരനായ യുവാവായിരുന്നു. മാസാവസാനം കിട്ടുന്ന ശമ്പളം കൊണ്ട് വീട്ടുചെലവുകളും ലോൺ തിരിച്ചടവുകളും കഴിഞ്ഞാൽ ബാക്കിയൊന്നും കയ്യിലുണ്ടാവില്ല. അങ്ങനെയിരിക്കെയാണ് തന്റെ സുഹൃത്തായ വിഷ്ണു ട്രേഡിംഗിലൂടെ വലിയ ലാഭമുണ്ടാക്കുന്നുണ്ടെന്ന് രാഹുൽ അറിയുന്നത്. വിഷ്ണു പുതിയ കാർ വാങ്ങിയതും ആഡംബര ജീവിതം നയിക്കുന്നതും കണ്ടപ്പോൾ രാഹുലിന്റെ ഉള്ളിലും ഒരു മോഹമുദിച്ചു. എനിക്കും ഇങ്ങനെ പണമുണ്ടാക്കിക്കൂടെ? ഈ ചിന്ത അവനെ ട്രേഡിംഗിന്റെ ലോകത്തേക്ക് നയിച്ചു. യാതൊരു മുൻപരിചയവുമില്ലാതെ യൂട്യൂബിലെ ചില വീഡിയോകൾ മാത്രം കണ്ട് രാഹുൽ തന്റെ സമ്പാദ്യമായ 1,00,000 രൂപ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റി. ആദ്യത്തെ 2 ദിവസം അവന് ചെറിയ ലാഭം കിട്ടി. ഇതിത്രേയുള്ളോ, വെറുതെ ഓഫീസിൽ പോയി കഷ്ടപ്പെടുകയാണല്ലോ എന്നവൻ ചിന്തിച്ചു. അതവന്റെ ആത്മവിശ്വാസം കൂട്ടി. 3-ാം ദിവസം കൂടുതൽ ലാഭം കൊതിച്ച് അവൻ കയ്യിലുള്ള മുഴുവൻ തുകയും ഉപയോഗിച്ച് ഒരു വലിയ ട്രേഡ് എടുത്തു. എന്നാൽ വിപണി അവൻ വിചാരിച്ചതിന് വിപരീതമായി നീങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ അവന്റെ അക്കൗണ്ടിലെ പകുതി പണം നഷ്ടമായി. പരിഭ്രാന്തനായ രാഹുൽ നഷ്ടം നികത്താൻ വീണ്ടും വീണ്ടും ട്രേഡുകളെടുത്തു. ദിവസാവസാനം രാഹുലിന്റെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്നത് വെറും 5,000 രൂപ മാത്രമായിരുന്നു. ആ രാത്രി രാഹുലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ കഷ്ടപ്പാടിന്റെ ഫലമായ 1,00,000 രൂപ ഒറ്റ ദിവസം കൊണ്ടില്ലാതായിരിക്കുന്നു. ആത്മഹത്യയെക്കുറിച്ച് പോലും അവൻ ചിന്തിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ തളർന്നിരിക്കുന്ന രാഹുലിനെ കാണാൻ അവന്റെ അയൽവാസിയായ മാധവൻ നായരെത്തി. റിട്ടയർഡ് അധ്യാപകനായ മാധവൻ നായർ വർഷങ്ങളായി ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തിയാണ്. രാഹുലിന്റെ മുഖത്തെ വിഷാദം കണ്ട് അദ്ദേഹം കാര്യം തിരക്കി. രാഹുൽ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. മാധവൻ നായർ ശാന്തനായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാഹുൽ, നീ ചെയ്തത് ട്രേഡിംഗ് അല്ല, മറിച്ച് ചൂതാട്ടമാണ്. ട്രേഡിംഗ് എന്നത് ഒരു ബിസിനസ്സാണ്. അത് പഠിക്കാതെ ചെയ്യുന്നവൻ കടലിൽ ആഴമറിയാതെ ചാടുന്നവനെപ്പോലെയാണ്. അദ്ദേഹം രാഹുലിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് അദ്ദേഹം രാഹുലിന് ട്രേഡിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഒന്നാമത്തെ പാഠം വിജ്ഞാനം, നോളജ്. നീയൊരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചാൽ 5 വർഷം പഠിക്കണം. ഒരു എഞ്ചിനീയർ ആകാൻ 4 വർഷം വേണം. എന്നാൽ ട്രേഡിംഗിൽ നിന്ന് പണമുണ്ടാക്കാൻ നിനക്ക് പഠിക്കാൻ സമയമില്ലേ? മാധവൻ നായർ ചോദിച്ചു. ചാർട്ടുകൾ എങ്ങനെ വായിക്കണം, ഇൻഡിക്കേറ്ററുകൾ എന്താണ്, മാർക്കറ്റ് സൈക്കോളജി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവ് നേടുക എന്നതാണ് ആദ്യപടി. രണ്ടാമത്തെ പാഠം റിസ്ക് മാനേജ്മെന്റ്. നിന്റെ കയ്യിലുള്ള മുഴുവൻ പണവും ഒരിക്കലും ഒരു ട്രേഡിൽ ഇടരുത്. നിനക്ക് താങ്ങാൻ കഴിയുന്ന നഷ്ടം എത്രയാണെന്ന് മുൻകൂട്ടി നിശ്ചയിക്കണം. ഓരോ ട്രേഡിലും നിന്റെ ആകെ തുകയുടെ 1%, 2% മാത്രം റിസ്ക് എടുക്കുക. സ്റ്റോപ്പ് ലോസ് എന്നത് നിന്റെ ജീവൻ രക്ഷാ കവചമാണ്. അതുപയോഗിക്കാൻ ഒരിക്കലും മടിക്കരുത്. മൂന്നാമത്തെ പാഠം അച്ചടക്കവും ക്ഷമയും, ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ്. ട്രേഡിംഗിൽ പണമുണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം പണം നഷ്ടപ്പെടാതെ നോക്കുന്നതാണ്. നിനക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവണം. ആ പ്ലാനിൽ മാർക്കറ്റ് വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക, അല്ലാത്തപ്പോൾ വെറുതെ നോക്കിയിരിക്കുക. ക്ഷമയാണ് ഒരു ട്രേഡറുടെ ഏറ്റവും വലിയ മൂലധനം. മാധവൻ നായരുടെ വാക്കുകൾ രാഹുലിന്റെ കണ്ണു തുറപ്പിച്ചു. അവൻ വീണ്ടും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷേ ഇത്തവണ അവൻ ട്രേഡിംഗ് ഉപേക്ഷിച്ചില്ല. പകരം അത് പഠിക്കാൻ തീരുമാനിച്ചു. വൈകുന്നേരങ്ങളിൽ അവൻ പുസ്തകങ്ങൾ വായിച്ചു, നല്ല ക്ലാസുകളിൽ പങ്കെടുത്തു. അടുത്ത 6 മാസം അവൻ പേപ്പർ ട്രേഡിംഗ്, യഥാർത്ഥ പണം ഉപയോഗിക്കാതെ നടത്തുന്ന പരിശീലനം ചെയ്തു. തന്റെ തെറ്റുകൾ ഒരു ഡയറിയിൽ കുറിച്ചുവെച്ചു. പതുക്കെ പതുക്കെ രാഹുലിന് മാർക്കറ്റിന്റെ ചലനങ്ങൾ മനസ്സിലായി തുടങ്ങി. അവൻ ചെറിയ തുകയുമായി വീണ്ടും ട്രേഡിംഗ് ആരംഭിച്ചു. ഇത്തവണ അവൻ ലാഭത്തിനു പിന്നാലെ പാഞ്ഞില്ല. പകരം തന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കി. നഷ്ടങ്ങളുണ്ടായപ്പോഴും അവൻ തളർന്നില്ല. കാരണം ആ നഷ്ടങ്ങൾ അവൻ മുൻകൂട്ടി നിശ്ചയിച്ച പരിധിയിൽ ഒതുങ്ങുന്നതായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ രാഹുൽ തന്റെ നഷ്ടപ്പെട്ട 1,00,000 രൂപ തിരിച്ചുപിടിച്ചു എന്നു മാത്രമല്ല, സ്ഥിരമായ ഒരു വരുമാനം ട്രേഡിംഗിലൂടെ ഉണ്ടാക്കാനും തുടങ്ങി. അവനിപ്പോൾ ഒരു ഫുൾ ടൈം ട്രേഡർ ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ അവൻ ഇന്നും മാധവൻ നായർ പറഞ്ഞ വാക്കുകൾ മറന്നിട്ടില്ല.
വിപണി നമ്മളെക്കാൾ വലുതാണ്. അതിനെ ബഹുമാനിക്കുക, അച്ചടക്കത്തോടെ നീങ്ങുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളും ട്രേഡിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രാഹുലിന്റെ ആദ്യത്തെ അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. ആരെങ്കിലും പണമുണ്ടാക്കുന്നത് കണ്ട് ആവേശപ്പെട്ട് ചാടിയിറങ്ങരുത്. ട്രേഡിംഗ് എന്നത് ഭാഗ്യപരീക്ഷണമല്ല, മറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകളും അച്ചടക്കവും വേണ്ട ഒരു കലയാണ്. ആദ്യം പഠിക്കുക, പിന്നീട് ചെറിയ തുകയിൽ പരിശീലിക്കുക, അതിനുശേഷം മാത്രം വലിയ സ്വപ്നങ്ങൾ കാണുക. ഈ കഥ നിങ്ങൾക്ക് വലിയൊരു പാഠം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രേഡിംഗിനെക്കുറിച്ചും ജീവിതത്തിലെ വിജയങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ചാനലുമായി ചേർന്നു നിൽക്കുക. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ട്രേഡിംഗിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടൂ. വീണ്ടും മറ്റൊരു വീഡിയോവുമായി പുതിയൊരു കഥയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിട പറയുന്നു.